ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അവിലും നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഓയിലൊന്നും ഇതിനാവശ്യമില്ല. നമ്മൾ അവിലും നേന്ത്രപ്പഴം വെച്ചിട്ട് വേറെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ അവിൽ പൊടിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ സിമ്പിളാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴമാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തതാണ്. അത് ഇതുപോലെ 4 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് വലിയ നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ ഒന്ന് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ ഇതാ നേന്ത്രപ്പഴമൊക്കെ ഇവിടെ നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു നേന്ത്രപ്പഴം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള നെയ്യൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു തേങ്ങയും നേന്ത്രപ്പഴം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പഴവും തേങ്ങയും ഒന്നിച്ച് തന്നെ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു തേങ്ങയുടെ വെള്ളപ്പറ്റ് മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഒരുപാട് നേന്ത്രപ്പഴം വഴറ്റി ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 2 മിനിറ്റോളം നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതായി കിട്ടും. പഴം നമ്മൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. പഴം തേങ്ങയൊക്കെ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ അച്ചും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം കൂടെ എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഡാർക്കായിട്ടുള്ള ശർക്കരയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പലഹാരത്തിന് അത്യാവശ്യം നല്ല രീതിയിലൊരു കളറ് കിട്ടും. ഇപ്പോൾ അത് ശർക്കരപ്പാനിയൊക്കെ ഇവിടെ നല്ലപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ പഴം വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്ന അതേ പാൻ തന്നെ കേട്ടോ വീണ്ടും ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു നെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് അവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് അവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴത്തിന് 2 കപ്പ് അവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 കപ്പ് വേണ്ട 1.5 കപ്പ് മതിച്ചെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 3 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ അവിൽ നെയ്യിൽ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മട്ടവിലോ അല്ലെങ്കിൽ വെള്ളാവിലോ ഏത് അവിലാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മട്ടവിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പലഹാരത്തിന് അത്യാവശ്യം നല്ല രീതിയിലൊരു കളറ് കിട്ടും. ഈ അവിൽ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടണം. ഇപ്പോൾ അതാ നല്ല പോലെ തന്നെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന റവ വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏത് റവ എടുക്കുകയാണെങ്കിലും ഏകദേശം ഒരു 2 മിനിറ്റോളം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരിക്കലും ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കരുത് കേട്ടോ. കാരണം പാന് നല്ല പോലെ ചൂടായതാണ്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതുപോലെ വറുത്തെടുക്കാം. ഒട്ടും കരിഞ്ഞു പോകാതെ തന്നെ ഇത് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റായി വരുന്ന ആ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു സമയമാവുന്നവരെ നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ അത് റവയ്ക്ക് നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 250 ml കപ്പിന് 2 കപ്പ് ശർക്കരപ്പാനിയാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചൂടോടുകൂടിയാണ് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കട്ടയൊന്നും വല്ലാണ്ട് പിടിക്കില്ല കേട്ടോ.
അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെയായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫ്ലെയിം നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ റവയ്ക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം ഇതിന്ന് വറ്റിപ്പോവും. ഏലക്കാപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. ഏകദേശം 1 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിവിടെ അടച്ച് വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. റവയൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കരപ്പാനി കറക്റ്റ് അളവാണ്. ഇനി ഇതേപോലെ നല്ലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയും പഴത്തിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ അവിൽ വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല കിടലനായിട്ടുള്ളൊരു പലഹാരമാണ്. ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് ഹെൽത്തിയാണിത്. അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ പീസൊക്കെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിൽ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇത് പാനിൽ നിന്ന് നല്ല രീതിയിൽ ഒന്ന് വറ്റി വരണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നട്ട്സ് എന്തെങ്കിലും ക്രഷ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണെങ്കിൽ അത് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേന്ത്രപ്പഴം നെയ്യിലാണ് വഴറ്റിയെടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവലും റവയൊക്കെ നെയ്യിലാണ് ഒന്ന് വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെടുക്കുന്ന ശർക്കരയുടെ കളറിനനുസരിച്ചായിരിക്കും നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു സ്നാക്കിൻ്റെ കളറും. അത്യാവശ്യം ഡാർക്കായിട്ടുള്ള ശർക്കരയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരം നല്ല ഡാർക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അതാ ഈ ഒരു അവിലിൻ്റെയും പഴത്തിൻ്റെയും ഒരു കൂട്ട് ഇവിടെ നല്ലപോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇത് സെറ്റ് ചെയ്യണത് ഇതുപോലെ ഒരു കേക്ക് ടിന്നിലാണ്. അപ്പോൾ ഇതിൽ അല്പം ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തടവി കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ബൗളുകൾ ഉണ്ടാവുമല്ലോ സ്റ്റീലിൻ്റെ, അതിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഈ ഒരു പാത്രം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ചൂടോടുകൂടെ വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരുപാടങ്ങ് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടോടുകൂടെ ഇതുപോലെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ അതാ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പുറത്തൊരു അരമണിക്കൂറോളം വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ല രീതിയിൽ തണുത്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ പുറത്ത് വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ ആ ഒരു സൈഡ് വശമൊക്കെ ഒന്ന് വിടിപ്പിച്ചെടുക്കുക. ഒരുപാട് റിസ്ക് ഒന്നും ഇല്ലാട്ടോ. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. നമ്മൾ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ട് കിട്ടും. പിന്നെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു അരികുവശങ്ങളൊക്കെ അങ്ങനെ വിട്ട് നിന്നിട്ടുണ്ടാകും കേട്ടോ. എന്നാലും ജസ്റ്റ് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ടൊന്നിങ്ങനെ വിടിപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതിൻ്റെ ആ ഒരു അരികുവശങ്ങളൊക്കെ ഒന്ന് വിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ പെട്ടെന്ന് കയ്യിലേക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ പലഹാരം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. നല്ല സെറ്റായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ അവിലും നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് റിസ്ക് ഒന്നുമില്ല. അവിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേന്ത്രപ്പഴം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല കട്ടിയുണ്ട് കേട്ടോ ഈ ഒരു പലഹാരത്തിന്. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അത്യാവശ്യം നല്ല സോഫ്റ്റുമാണ് കേട്ടോ ഈ ഒരു പലഹാരം. അവലും നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു തവണ ചെയ്ത് നോക്കുമ്പോഴേട്ടോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.